അല്ലാഹുവിനോട് നമ്മളെപ്പോഴും ദുആ ചെയ്യണം. പടച്ചവനെ, ഞങ്ങളെ ആരെയും കടക്കാരാക്കി മാറ്റല്ല റഹ്മാനേ, കടക്കാരാക്കി മാറ്റല്ല അല്ലാ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മളിൽ എത്രയോ പേര് കടങ്ങൾ കൊണ്ട് വലിയുന്നവർ ദുആ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ഒരു കൂട്ടായ ഒരു പ്രാർത്ഥന നമുക്ക് വേണം. നിങ്ങളെല്ലാവരും ആമീൻ പറയണം. പടച്ചവനെ, ഞങ്ങൾ ആരെയും കടക്കാരായി മരിപ്പിക്കല്ലേ അല്ലാ. ഞങ്ങളെ കടങ്ങളൊക്കെ വീട്ടാനുള്ള ഭാഗ്യം നൽകണേ അല്ലാ. ഞങ്ങളോട് ദുആ കൊണ്ട് വസിയത്ത് ചെയ്ത മുഅ്മിനീങ്ങൾ മുഅ്മിനാത്തുകൾ അവരുടെ എല്ലാ കടങ്ങൾ വീടാനുള്ള വഴികൾ നീ വിശാലമാക്കണേ അല്ലാ. എൻ്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഒരുപാട് ആൾക്കാരുടെ വിഷമം സാമ്പത്തികമില്ലായ്മയാണ്. ഒരുപാട് ആൾക്കാരുടെ ടെൻഷനും വിഷമവും എല്ലാം അതിന്റെ അടിസ്ഥാനം സമ്പത്തില്ലാത്തത് കൊണ്ടാണ്. സമ്പത്തില്ലാതെ വരുമ്പോൾ ഒരു പ്രയാസമാണ്. അതില്ലാത്തതിന്റെ പേരിലാണ് മിക്കവരുടെയും ഉറക്കം കെടുത്തുന്നതും ടെൻഷനുകൾ ഉണ്ടാകുന്നതും. അങ്ങനെ വരുമ്പോൾ ഒരു മനുഷ്യൻ നിർബന്ധാവസ്ഥയിൽ കടകൾ വാങ്ങിക്കൂട്ടുന്നു. പിന്നെ അത് വീട്ടാൻ പറ്റാതെ വരുന്ന സമയത്ത് അവന് ധാരാളം ദുഃഖങ്ങൾ അവനെ പിടികൂടുകയാണ്. അല്ലേ, നമ്മൾ നിർബന്ധാവസ്ഥയിലാണ് കടം മേടിക്കുന്നത്. ഒന്നിലൊരു ഭവനത്തിന്റെ അധികം ജനങ്ങളും ഭവനങ്ങളിലാണ്, അല്ലാതെ ആർഭാടങ്ങളും അല്ല. അങ്ങനെ അതുമായി ബന്ധപ്പെട്ട് പോകുമ്പോൾ പിന്നെ അങ്ങോട്ടും എവിടെ കടം മേടിക്കുമ്പോൾ അത് കൊടുക്കാൻ കഴിയാതെ പോകുകയാണ്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിങ്ങൾ ആരെങ്കിലും കടം മേടിച്ചിട്ടുണ്ട് എങ്കിൽ നിങ്ങൾ കൊടുക്കണം. കൊടുക്കാതെ നമ്മൾ അല്ലാഹുവിനെ കണ്ടുമുട്ടാൻ പാടില്ല. ഇനി ആരെങ്കിലും കടം കൊടുത്തിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിന് കടം തിരിച്ചു തരാൻ കഴിയില്ലെങ്കിൽ നീ അദ്ദേഹത്തിന് സാവകാശം ചെയ്തു കൊടുക്കണം. ഒരുപാട് കൂലി അല്ലാഹു നിനക്ക് തരുന്നതാണ്. ഇനി നീ അതിനൽപ്പം കുറച്ചു കൊടുത്താൽ, കിട്ടാനുള്ള കടത്തിൽ അല്പം നീ കുറച്ച് ആ മനുഷ്യന് കൊടുത്താൽ ഒരുപാട് കൂലി നിനക്ക് തരുന്നതാണ്. ഒരു മനുഷ്യന്റെ ഹൃദയം അത് വിശാലമാകാൻ വേണ്ടിയിട്ട് നീ എന്തെങ്കിലും പ്രവർത്തനങ്ങൾ ചെയ്താൽ ഖാലിഖായ റബ്ബ് നിനക്ക് ധാരാളം അനുഗ്രഹങ്ങൾ ചെയ്തു തരുന്നതാണ്. എല്ലാവരും ഇന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത് നല്ല ഒരു ഇസ്മിനെ കുറിച്ചാണ്. എല്ലാവരും എളുപ്പം ചൊല്ലാൻ പറ്റുന്നതും ജീവിതത്തിൽ കൊണ്ട് നടക്കാൻ പറ്റുന്നതുമായ ഒരു ദിക്റാണ് ഞാൻ പറഞ്ഞു തരുന്നത്. അപ്പൊ ഈ ഒരു ചെറിയ ദിക്ർ നമുക്ക് ജീവിതത്തിലുടനീളം കൊണ്ട് നടക്കാം. അല്ലേ, ജീവിതത്തിലുടനീളം കൊണ്ട് നടക്കുന്നത് കൊണ്ട് ഒരു കുഴപ്പവുമില്ല. പെട്ടെന്ന് ചെല്ലാൻ പറ്റുന്ന ഒരു ദിക്റാണ്. സാമ്പത്തിക ബുദ്ധിമുട്ടുള്ളവർ, കടം കൊണ്ട് വലയുന്നവർ, ദാരിദ്ര്യം കൊണ്ട് വലയുന്നവർ, വാടക വീട്ടിൽ കുടുങ്ങപ്പെട്ടവർ, അത് കൊടുക്കാൻ കഴിയാത്തവർ, വാടക കൊടുക്കാൻ കഴിയാത്തവർ, ലോണുകൾ എടുക്കേണ്ടി വന്നവർ. ലോണുകളൊക്കെ നമ്മൾ പ്രോത്സാഹിപ്പിക്കുന്നില്ല, പക്ഷേ അത് എടുത്ത് കുടുങ്ങിപ്പോയാൽ അത് ഇതൊക്കെ നമ്മൾ മാറി നിൽക്കണം. അർഹമറാഹിമീനായ റബ്ബ് നമ്മെ കാക്കുമാറാകട്ടെ. ലോണുകൾ എടുക്കേണ്ടി വന്നവർ, അങ്ങനെയുള്ളവർക്കൊക്കെ ചൊല്ലാൻ പറ്റിയ നല്ല ഒരു ദിക്റാണ് ഞാൻ പറഞ്ഞു തരുന്നത്. ഹലാലായ മാർഗ്ഗത്തിൽ സമ്പാദ്യത്തിൽ ബർക്കത്തുണ്ടാകാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നത് ഒരു സത്യവിശ്വാസിയുടെ ചര്യയാണ്. അല്ലേ, നമുക്ക് മഹത്തുക്കളായ പണ്ഡിതന്മാർ പറഞ്ഞു തന്ന ഇസ്മുകൾ, അവർ പറഞ്ഞു തന്ന സലാത്തുകൾ, അവർ പറഞ്ഞു തന്ന ഖുർആനായത്തുകൾ, ഇതൊക്കെ നമ്മൾ പഠിച്ചിട്ട് ചൊല്ലിയിട്ട് നമ്മുടെ മനസ്സിൽ അല്ലാഹുവേ ഹലാലായ സമ്പത്ത് നീ വർദ്ധിപ്പിച്ചു തരണേ അല്ലാ എന്ന് നമ്മൾ അല്ലാഹുവിനോട് ചോദിക്കുന്നത് എന്താണ്? അതൊരു സത്യവിശ്വാസിയുടെ ലക്ഷണമാണ്. എപ്പോഴും ഹലാലായ സമ്പത്ത് നമ്മൾ ആഗ്രഹിക്കുകയും എന്നിട്ട് നമ്മൾ തന്നെ ആഗ്രഹിക്കണം, പടച്ചവനെ എനിക്ക് നീ സമ്പത്ത് തന്നാൽ ഈ സമ്പത്തിന്റെ ഒരു വിഹിതം ഞാൻ പാവപ്പെട്ടവർ സാലിഹീങ്ങളൊക്കെ കൊടുക്കുന്നതാണ് എന്ന് നിങ്ങൾ മനസ്സിൽ കരുതണം. അല്ലേ, അങ്ങനെയുള്ള സമ്പത്ത് അല്ലാഹു അധികരിപ്പിച്ചു തരണേ. അതിന് മഹത്തുക്കളായ പണ്ഡിതന്മാർ പറഞ്ഞു തന്ന മാർഗങ്ങളും വഴികളും നമ്മൾ തേടണം. അപ്പൊ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത് അല്ലാഹുവിന്റെ പരിശുദ്ധമാക്കപ്പെട്ട നാമങ്ങൾ, പറഞ്ഞറിയിക്കാൻ പറ്റാത്ത നാമങ്ങൾ. അതിന്റെ മഹത്വങ്ങൾ നമുക്ക് പറഞ്ഞറിയിക്കാൻ കഴിയില്ല. മഹത്തുക്കളായ പണ്ഡിതന്മാർ നമുക്ക് പറഞ്ഞു തന്നതുപോലെ ആ നാമങ്ങൾ നമ്മുടെ നാവുകൾ കൊണ്ട് ഉച്ചരിക്കപ്പെട്ടാൽ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതിന്റെ മഹത്വങ്ങൾ ധാരാളമാണ്. ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത് ഒരു ദിക്റാണ്. അല്ലാഹുവിന്റെ പരിശുദ്ധമാക്കപ്പെട്ട നാമങ്ങൾ പെട്ടതാണ് യാ വാസിഉ യാ അല്ലാഹ്,
يا واسع يا الله 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 എന്ന ഈ ഇസ്മിനെ മഹത്തുക്കളായ പണ്ഡിതന്മാർ പറഞ്ഞു തന്നതുപോലെ നമ്മൾ ചൊല്ലിയാൽ പരിശുദ്ധമാക്കപ്പെട്ട അല്ലാഹുവിന്റെ ഈ നാമത്തെ നമ്മൾ ചൊല്ലിയാൽ എത്ര പ്രാവശ്യമാണ് നമ്മൾ ചൊല്ലേണ്ടിയുള്ളത്? 137 തവണ രണ്ട് കൈകൾ ഉയർത്തി ചൊല്ലുകയും ശേഷം കൈകൾ കൊണ്ട് മുഖം തടവുകയും ചെയ്യുക. ഇങ്ങനെ ദിവസവും ചൊല്ലുന്നവർക്ക് ആവശ്യമായ ധനസമ്പാദ്യ മാർഗം വിശാലമായി കിട്ടുന്നതാണ്. ഇതിന്റെ അർത്ഥം അതിവിശാലനായ അല്ലാഹ് എന്നാണ് ഇതിന്റെ അർത്ഥം. അപ്പോൾ 137 തവണ രണ്ട് കൈ ഉയർത്തി ചൊല്ലുകയും ശേഷം കൈകൾ കൊണ്ട് മുഖം തടവുകയും ചെയ്യുക. ഇങ്ങനെ ദിവസവും ചൊല്ലുന്നവർക്ക് ആവശ്യമായ ധനസമ്പാദ്യ മാർഗം അല്ലാഹു വിശാലമാക്കി കൊടുക്കുന്നതാണ്. മഹാനായ ഖദർ അലൈഹിസ്സലാം നബി അലൈഹിസ്സലാം ഈ നാമം ധാരാളമായി ചൊല്ലിയിരുന്നതായി കിതാബുകൾ കാണാം. ഇത് നമുക്ക് ചെയ്യാൻ തൗഫീഖ് തരുമാറാകട്ടെ. ആമീൻ. നിങ്ങൾ സഹോദരങ്ങളെ, മഹാനായ ഖദർ അലൈഹിസ്സലാത്തു വസ്സലാം ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കുന്ന ഒരു മഹാനാണ്. ആ മഹാൻ അല്ലാഹുവിന്റെ നാമം യാ വാസിഉ യാ അല്ലാഹ് യാ വാസിഉ യാ അല്ലാഹ് യാ വാസിഉ യാ അല്ലാഹ് യാ വാസിഉ യാ അല്ലാഹ് ഇങ്ങനെ ധാരാളം ചൊല്ലുന്ന മഹാനായിരുന്നു. അതുകൊണ്ട് നമ്മുടെ നാവുകൾ കൊണ്ട് നമ്മൾ എന്ത് ചൊല്ലണം? മറ്റൊരു പരിദോഷണം പറഞ്ഞ സമയങ്ങളെയാണ് എത്രയോ അനുഗ്രഹങ്ങളുടെ വഴികൾ കിട്ടുന്നതാണ്. അതുകൊണ്ട് കരങ്ങൾ ഒരു തസ്ബീഹ് എടുത്തുകൊണ്ട് ദിക്റുകൾ മഹാരുതന്മാരായ പണ്ഡിതന്മാര് പറഞ്ഞു തന്ന ദിക്റുകൾ ധാരാളം വർദ്ധിപ്പിച്ചാൽ ഒരുപാട് മഹത്വങ്ങൾ അല്ലാഹു നിങ്ങളെ തേടിയെത്തുന്നതാണ്. നിങ്ങളിലേക്ക് മഹത്വങ്ങൾ വന്നു ചേരുന്നതാണ്. സുബ്ഹാനല്ലാഹ്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ ദിക്റുകളൊക്കെ നിങ്ങൾ ചൊല്ലുക. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദ് വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ്. റഹ്മാൻ റഹീമായ അല്ലാഹുവേ, പ്രപഞ്ചസൃഷ്ടാവായ പടച്ചവനെ, കരുണക്കടലായ അല്ലാഹ്, ഞങ്ങൾ ഈ ചെയ്യുന്ന അദ്കാറുകൾ നീ സ്വീകരിക്കണേ അല്ലാഹ്. ഇതെല്ലാം ഞങ്ങൾക്ക് ഇരുലോക വിജയികളുടെ കൂട്ടത്തിലെത്താൻ കാരണമാക്കണേ അല്ലാഹ്. പടച്ചവനെ, നിന്റെ മിഥില സവാബ് ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടുകൂടെ ഖബറിലെത്തിക്കണേ അല്ലാഹ്. റബ്ബേ, ഞങ്ങളുടെ വീഡിയോകൾ കാണുകയും പരസ്പരം ഷെയർ ചെയ്യുകയും ദുആ കൊണ്ട് വസിയത്ത് ചെയ്യുകയും ചെയ്യുന്ന മുഅ്മിനീങ്ങൾ മുഅ്മിനാത്തുകൾ ഒരുപാട് പേര് നമ്മളോട് ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ട്. അവർ ബന്ധുമിത്രാദികളും ഞങ്ങളുടെ ബന്ധുമിത്രാദികളും പലരും മരണപ്പെട്ടേ അല്ലാഹ്. ഞങ്ങൾ ഓതുന്ന പരിശുദ്ധ ഖുർആനിന്റെ മിഥില സവാബ് നീ അവരിൽ എത്തിക്കണേ പടച്ചവനെ. ജീവിച്ചിരിക്കുന്ന ഞങ്ങൾക്ക് ആഫിയത്തുള്ള ദീർഘായുസ്സ് നൽകണേ അല്ലാഹ്. റഹ്മാനായ റബ്ബേ, ഞങ്ങളുടെ കൂട്ടത്തിൽ രോഗികളുണ്ട് പടച്ചവനെ, ഞങ്ങളുടെ രോഗങ്ങൾ ശിഫയാക്കണേ അല്ലാഹ്. പലവിധ രോഗങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്നവരോട് പടച്ചവനെ, ഞങ്ങളുടെ രോഗങ്ങളെല്ലാം ശിഫയാക്കണേ അല്ലാഹ്. ഞങ്ങളുടെ കൂട്ടത്തിൽ ഭവനങ്ങളില്ലാത്തവരോട് അല്ലാഹുവേ, നീ ഞങ്ങൾക്ക് ഭവനം നൽകണേ അല്ലാഹ്. ഞങ്ങളുടെ കൂട്ടത്തിൽ ഇണകളെ തേടിയിരിക്കുന്ന എത്രയോ മക്കൾ അവരുടെ ഭവനത്തിലുണ്ട്. സാലിഹായ ഇണകളെ നീ അവർക്ക് എത്തിച്ചു കൊടുക്കണേ അല്ലാഹ്. പടച്ചവനെ, ഞങ്ങളുടെ കൂട്ടത്തിൽ ദാരിദ്ര്യം കൊണ്ട് വലയുന്നവർ റബ്ബേ, അവിടെ ദാരിദ്ര്യങ്ങളൊക്കെ നീ മാറ്റണേ അല്ലാഹ്. ഞങ്ങളുടെ കൂട്ടത്തിൽ കടക്കാറുണ്ട് അല്ലാഹ്. ഞങ്ങൾ ആരെയും കടക്കാറായി നീ മരിപ്പിക്കല്ലേ അല്ലാഹ്. പടച്ചവനെ, കരുണക്കടലായ റബ്ബേ, നീ കടങ്ങൾ വീട്ടാനുള്ള വഴികൾ ഞങ്ങൾക്ക് തുറന്നു തരണേ അല്ലാഹ്. അതിനുള്ള ജോലിയും അതിനുള്ള ആരോഗ്യവും എല്ലാം ഞങ്ങളുടെ മുന്നിലുള്ള വഴികൾ വിശാലമാക്കി തരണേ അല്ലാഹ്. ഞങ്ങളുടെ കൂട്ടത്തിൽ മക്കളില്ലാത്തവരോട് പടച്ചവരെ, ഒരുപാട് മുഅ്മിനീങ്ങൾ മുഅ്മിനാത്തുകൾ ഒരു സന്താനത്തിന് വേണ്ടിയിട്ട് ദുആ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അവരാരെയും നീ നിരാശപ്പെടുത്തല്ലേ അല്ലാഹ്. ഈ മജ്‌ലിസിന്റെ സദസ്സിലിരുന്നു കൊണ്ട്, ഈ ദിക്റിന്റെ സദസ്സിലിരുന്നു കൊണ്ട് ഞങ്ങൾ നിന്നോട് ചോദിക്കുമ്പോൾ നീ തട്ടല്ലേ പടച്ചവനെ. അല്ലാഹുവേ, ഞങ്ങളുടെ സഹോദരന്മാര് പലരും വിദേശ രാജ്യങ്ങളിലാണ്. സന്തോഷത്തോടെ സമ്പത്തോടെ യാത്ര ചെയ്യാനുള്ള ഭാഗ്യം നൽകണേ അല്ലാഹ്. പടച്ചവനെ, അവരിൽ ഒരുപാട് പേര് ജോലിയില്ലാതെ നിൽക്കുന്നവർ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ട്. അവർക്കൊക്കെ ജോലി നൽകണേ അല്ലാഹ്. ഞങ്ങളുടെ കൂട്ടത്തിൽ കച്ചവടക്കാരുണ്ട് അല്ലാഹ്. അവരുടെ കച്ചവടത്തിൽ നീ ബർക്കത്ത് വരികണേ അല്ലാഹ്. ഈ ഭൂമിയിൽ
എന്തെല്ലാം അനുഗ്രഹങ്ങൾ നീ ഞങ്ങൾക്ക് നൽകിയിട്ടുണ്ടോ അതിലെല്ലാം ബർക്കത്ത് ചൊരിയണേ അല്ലാഹ്. തന്ന മക്കളിൽ ബർക്കത്ത് ചൊരിയണേ അല്ലാഹ്. തന്ന കുടുംബത്തിൽ ബർക്കത്ത് ചൊരിയണേ അല്ലാഹ്. തന്ന സന്താനങ്ങളിൽ ബർക്കത്ത് ചൊരിയണേ അല്ലാഹ്. തന്ന ശരീരങ്ങളിൽ ബർക്കത്ത് ചൊരിയണേ അല്ലാഹ്. കിഡ്നി രോഗം, ഹാർട്ട്, ബ്രെയിൻ ട്യൂമർ, കുഷ്ഠം, ക്യാൻസർ പോലുള്ള രോഗങ്ങളിൽ നിന്ന് ഞങ്ങളുമായി ബന്ധപ്പെട്ടവർ, ഞങ്ങളെ സ്നേഹിക്കുന്നവരെ നീ കാക്കണേ അല്ലാഹ്. എല്ലാ മേഖലകളിലും ഞങ്ങൾക്ക് ബർക്കത്ത് ചൊരിയണേ അല്ലാഹ്. اللهم اجعلنا هذا جمعا مرحوما وتفرقنا من بعده تفرقا معصوما ولا تجعل فينا ولا منا ولا معنا شقيا ولا مطرودا ولا محروما. اللهم حبب إلينا الإيمان وزينه في قلوبنا وكره إلينا الكفر والفسوق والعصيان واجعل عاقبتنا رشدا. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. بحق صلى الله على محمد صلى الله عليه وسلم. صلى الله على محمد صلى الله عليه وسلم. اللهم صل على محمد يا رب صل عليه وسلم.